ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെഡ് ആസിഡ് ബാറ്ററി ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി സെൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഡ് ആസിഡ് സെൽസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നും അത് എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നും എന്തെല്ലാം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ആ പാർട്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കണ്ടുവരാനുള്ള ലെഡ് ആസിഡ് ബാറ്ററീൻ്റെ ചിത്രങ്ങളാണ്. ഇനി നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരു ബാറ്ററിക്ക് ഉള്ളതെന്ന് പരിചയപ്പെടാം. നമുക്ക് ഒരു ബാറ്ററി എന്ന് പറയുമ്പോൾ ഒന്നിലധികം സെല്ലുകൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ബാറ്ററി ഉണ്ടാവുക. അപ്പം 12 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ 2 വോൾട്ടിൻ്റെ 6 സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 12 വോൾട്ട് ബാറ്ററി കിട്ടുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 6 സെല്ലുകളുള്ള ഒരു ബാറ്ററിയാണ്. അതിൽ 3 സെല്ലുകൾ നമുക്ക് വിസിബിൾ ആണ്. അതിൽ ഫസ്റ്റ് സെല്ല് എടുക്കുകയാണെങ്കിൽ ഒരു സെല്ലിൽ ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും, അതായത് ഒരു ആനോഡും ഒരു കാഥോഡും അതിൽ ഇലക്ട്രോലൈറ്റും ഉണ്ടാവും. അതാണ് ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ സെല്ലിലുള്ള നെഗറ്റീവ് ഇലക്ട്രോഡും അതുപോലെ തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് നമുക്ക് ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനൽസ് ആണ്. ഒന്ന് പോസിറ്റീവും നെഗറ്റീവും. അപ്പം പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ഇലക്ട്രോഡുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി സെൽ കണക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓരോ സെല്ലിനെയും നമുക്ക് പരസ്പരം കണക്ട് ചെയ്ത് സീരീസ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ സെപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സെല്ലെന്ന് പറയുമ്പോൾ അതിലുള്ള ഈ പോസിറ്റീവ് പ്ലേറ്റ്സും അതുപോലെ നെഗറ്റീവ് പ്ലേറ്റ്സും തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു ഷോർട്ട് ഉണ്ടാവാതിരിക്കാൻ ഒരു സെപ്പറേറ്റർ കൊടുക്കുന്നുണ്ട്. ആ സെപ്പറേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻസുലേറ്റീവ് ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി സെൽ ഡിവൈഡർ എന്ന് പറയുന്നത് സെല്ലുകളെ നമ്മൾ സെക്ഷനാക്കി സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെൽ ഡിവൈഡർ. കേസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമേയുള്ള കവറിങ് ആണ്, കണ്ടെയ്നറാണ്. ഇനി ഓരോ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റത്തേത് അതിൻ്റെ കവറിങ് അല്ലെങ്കിൽ ആ കണ്ടെയ്നർ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഒരു സെല്ലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിൽ ഉള്ള പ്ലേറ്റ്സ് ആണ്, പ്ലേറ്റിൻ്റെ സെറ്റാണിത്. അതിനെയാണ് പ്ലേറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് പ്ലേറ്റും ഉണ്ടാവും നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടാവും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ച് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചാണ്. ഇത് പോസിറ്റീവ് പ്ലേറ്റ് സെറ്റും ഇത് നെഗറ്റീവ് പ്ലേറ്റ് സെറ്റുമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. ഈ സെറ്റിൽ നിന്ന് ഒന്നിനെ എടുത്തതാണിത്. നെഗറ്റീവ് പ്ലേറ്റ്, അതുപോലെ തന്നെ നെഗറ്റീവ് ഗ്രിഡ്, പിന്നെ പോസിറ്റീവ് പ്ലേറ്റ്. ഇനി ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് സെപ്പറേറ്ററാണ്. പോസിറ്റീവ് പ്ലേറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി, അതായത് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്ത് നിന്ന് പോസിറ്റീവ് പ്ലേറ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് മൈക്രോ ഗ്ലാസ് ഫ്ലീസ്. ഓക്കെ, ഇനി പോസിറ്റീവ് ഗ്രിഡ് ഉണ്ട്. അപ്പോൾ മെയിൻ ഭാഗങ്ങൾ ഒരു ബാറ്ററീൻ്റെ തന്നെ കണ്ടെയ്നറും പ്ലേറ്റും സെപ്പറേറ്ററും അതുപോലെ പോസിറ്റീവ് ടെർമിനൽസും ആണ്. ഇനി ഒരു ബാറ്ററീനെ നമ്മൾ ടോപ്പ് വ്യൂ, അതായത് അതിൻ്റെ മുകളിലുള്ള ലിഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു സെല്ലിൽ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സെല്ലിലെ പ്ലേറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഇവിടെ പോസിറ്റീവ് ടെർമിനൽസ് അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ്സ് എല്ലാം കൂടെ ഒന്നിച്ചും അതുപോലെ നെഗറ്റീവ് പ്ലേറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡും അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡും നമുക്ക് കിട്ടുന്നത്. അപ്പം പോസിറ്റീവ് പ്ലേറ്റ്സിനെയും നെഗറ്റീവ് പ്ലേറ്റ്സ് നമ്മൾ ഒന്നിടവിട്ട് ഇങ്ങനെ കണക്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അവ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അവയ്ക്കിടയിൽ ഒരു പോറസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സെപ്പറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെപ്പറേറ്റർ ആ ഒരു ഷോർട്ട്, പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ്സിനിടയിലുള്ള ഷോർട്ട് ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കുകയാണ്. ഇനി ഒരു സെല്ലിനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന വ്യൂ ആണിത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അതുപോലെ വെൻറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ ഫില്ലർ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്തിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു ക്യാപ്പാണ്. നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള ക്യാപ്പാണ് കാണിച്ചിട്ടുള്ളത്.
ഇനി ഇലക്ട്രോലൈറ്റ്, അതായത് ഈ ഒരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റ് വിത്ത് ഗ്രിഡാണ് ഇവിടെ ചിത്രത്തിലുള്ളത്. അപ്പോൾ ഈ പ്ലേറ്റ്സിന് ഇടയിൽ ഒരു സെപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം സെപ്പറേറ്ററും അതുപോലെ തന്നെ ഈ പ്ലേറ്റ്സും എപ്പോഴും ഇലക്ട്രോലൈറ്റിൽ മുങ്ങിയിട്ടാണ് ഉണ്ടാവേണ്ടത്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി കണ്ടെയ്നറിൻ്റെ ചിത്രം നോക്കാം. കണ്ടെയ്നറിൽ എന്തെല്ലാം ഭാഗങ്ങളാണ് മെയിനായിട്ടുള്ളത് നോക്കാം. ഏറ്റവും ടോപ്പിലുള്ളതാണ് ലിഡ് എന്ന് പറയുന്നത്. അതായത് ടോപ്പിലുള്ള കവർ പോർഷനാണ് ലിഡ്. അതിലാണ് വെൻറ്റ് പ്ലഗ് ഉള്ളത്. വെൻറ്റ് പ്ലഗ് അല്ലെങ്കിൽ ഹോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്യാസിൻ്റെ ഇവോൾവ്മെൻറ്റ്, അതായത് ഈ സെൽസിലൊക്കെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടുന്ന് ഇവോൾവ് ചെയ്യുന്ന ഗ്യാസിനെ പുറമേക്ക് കളയാൻ, എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെൻറ്റ് പ്ലഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യാനൊക്കെ ഈ ഹോൾസിലുള്ള ക്യാപ്പ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സെല്ലുകളെ സെപ്പറേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യാനാണ്. പിന്നെ ബാറ്ററി കേസ് അല്ലെങ്കിൽ കണ്ടെയ്നർ പുറമേയുള്ള ഭാഗമാണ്. ഇനി റിബ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അടിയിൽ, അതായത് സെല്ലുകൾ ഒക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിയിലുള്ളതാണ് റിബ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലേറ്റിനെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി കണ്ടെയ്നർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റബ്ബർ അല്ലെങ്കിൽ എബണൈറ്റ്, അതുപോലെ തന്നെ വൾക്കനൈസ്ഡ് റബ്ബർ, പ്ലാസ്റ്റിക്, സെറാമിക്, ഗ്ലാസ്, ഇത്തരം മെറ്റീരിയൽസാണ് നമ്മൾ സാധാരണ കണ്ടെയ്നർ ആയിട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി കണ്ടെയ്നറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ഉണ്ട്. കണ്ടെയ്നറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതിലുള്ള ബാറ്ററി പ്ലേറ്റ്സിനെയും അതുപോലെ സെപ്പറേറ്റേഴ്സിനെയും ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെയൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത്. ഇനി റിബ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടിയിലുള്ള കൊടുത്തിരിക്കുന്ന ഭാഗമാണ് റിബ്സ്. അത് പ്ലേറ്റ്സിൻ്റെ റെസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി റിബ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതൊരു റിബ്സിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ സെഡിമെൻ്റ് ചേംബർ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോളിസിസ് പ്രോസസ്സ് അല്ലെങ്കിൽ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുമ്പോൾ അവിടെ ഇലക്ട്രോഡ്സിനുണ്ടാകുന്ന സെഡിമെൻറ്റേഷൻ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അതിൻ്റെ തരികളൊക്കെ വീഴുന്നത്, അത് സെഡിമെൻറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സെഡിമെൻറ്റ് ചേംബർ. ഇനി സെല്ലുകളെയെല്ലാം നമ്മൾ കണ്ടെയ്നറിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലേറ്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലേറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റ്സും ഉണ്ട്. നമ്മൾ സാധാരണ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ബ്രൗൺ കളറിലും, അതുപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേ കളറിലുമാണ് ഉണ്ടാവുക. ഇനി അവയ്ക്ക് ഇടയിൽ ഒരു ഷോർട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. ഈ പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാകുന്നതിന് രണ്ട് രീതിയിലുള്ള പോസിറ്റീവ് പ്ലേറ്റ്സ് ഉണ്ട്. ഒന്നാണ് പ്ലാന്റേ പ്ലേറ്റും രണ്ടാമത്തെ ഫോറേ പ്ലേറ്റുമാണ്. ഇപ്പോൾ പ്ലാന്റേ പ്ലേറ്റ് എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകുന്നത് റിപ്പീറ്റഡ് ചാർജിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ്ങിൻ്റെ ഫലമായിട്ടാണ് ലെഡ് പെറോക്സൈഡ് ആയിട്ടുള്ള പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാകുന്നത്. ഇനി ഫോറേ പ്ലേറ്റ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ആയിട്ടുള്ള ഗ്രിഡ് ആണ്, ലെഡ് ഗ്രിഡ് ആണ് ഉണ്ടാവുക. അതിൽ ആക്റ്റീവ് മെറ്റീരിയൽ ആയിട്ടുള്ള ലെഡ് പെറോക്സൈഡ് പേസ്റ്റ് രൂപത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഫോറേ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ PbO2, അതായത് ലെഡ് പെറോക്സൈഡ് ആണ്. പക്ഷേ അത് ഉണ്ടാകുന്ന രണ്ട് രീതികളാണ് പ്ലാന്റേ പ്ലേറ്റും അതുപോലെ തന്നെ ഫോറേ പ്ലേറ്റും. സാധാരണ പോസിറ്റീവ് പ്ലേറ്റ്സ് കാണാറുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് ഉണ്ടാവുക. ഇനി നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ലെഡാണ്, അല്ലെങ്കിൽ സ്പോഞ്ചി ലെഡാണ് നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് മെയ്ഡപ്പ് ഓഫ് ലെഡ് ഗ്രിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ആക്റ്റീവ് മെറ്റീരിയൽ ആയിട്ടുള്ള സ്പോഞ്ചി ലെഡാണ് ഉണ്ടാവുക. അതൊരു പേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാവുക. ഇനി ആംബിയർ അവർ കപ്പാസിറ്റിയാണ് ഒരു നമ്മൾ സാധാരണ ഒരു ബാറ്ററീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആംബിയർ അവറിലാണ്. ആ ആംബിയർ അവർ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേറ്റ്സിൻ്റെ സൈസ്, അതുപോലെ എത്ര നമ്പർ ഓഫ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്,
അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് മെറ്റീരിയൽ ഏതാണ്, അതായത് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്ന ആക്റ്റീവ് മെറ്റീരിയൽ, അതായത് പോസിറ്റീവ് പ്ലേറ്റ്സിൽ നെഗറ്റീവ് പ്ലേറ്റ്സിൽ ഉപയോഗിക്കുന്ന ആക്റ്റീവ് മെറ്റീരിയൽ ഏതാണ്, അതുപോലെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാറ്ററി പെറ്റീൻ്റെ കപ്പാസിറ്റി നിർണ്ണയിക്കുന്നത്, ആംപിയർ അവർ കപ്പാസിറ്റി. ഇനി നെഗറ്റീവ് പ്ലേറ്റ് നമുക്ക് സാധാരണ ഗ്രേ കളറിലാണ് വിസിബിൾ ആയിട്ടുള്ളത്. ഇനി പ്ലേറ്റ് കണക്ടർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റ്സിനെ പരസ്പരം അതുപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കോമൺ കണക്ടറാണ് പ്ലേറ്റ് കണക്ടർ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള ലെഡ് കൊണ്ടാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്ലേറ്റ്സിനെ ഒന്നിച്ച് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, വെൽഡ് ചെയ്ത് പോസിറ്റീവ്സിനെയും നെഗറ്റീവ്സിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് ഇവിടെ പ്ലേറ്റ് കണക്ടേഴ്സിന് ഉള്ളത്. ഇനി പോസ്റ്റ് ടെർമിനൽ അല്ലെങ്കിൽ പില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ്, അതായത് വെൽഡഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ്, അതായത് പോസിറ്റീവ് പ്ലേറ്റ്സിനെ നമ്മൾ ഒന്നിച്ച് വെൽഡ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ഭാഗവും അതുപോലെ നെഗറ്റീവ് ടെർമിനൽസിനെ നെഗറ്റീവ് പ്ലേറ്റ്സിനെ ഒന്നിച്ച് വെൽഡ് ചെയ്ത് നമുക്കൊരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാകും. അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലിന് അതുപോലെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വെൽഡഡ് പ്ലേറ്റിനെ അല്ലെങ്കിൽ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെർമിനൽ എന്ന് പറയുന്നത്, പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡുകളെ പോസിറ്റീവ് പ്ലേറ്റ്സിനെ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതെങ്കിൽ, ഇലക്ട്രോണിനെ എടുക്കുന്നതെങ്കിൽ ആ ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് ഭാഗത്തു നിന്നാണെങ്കിൽ 2 പോസിറ്റീവ് ടെർമിനൽസ് ഒരു സെല്ലിന് ഉണ്ടാകും. ഇനി സെൽ കണക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെല്ല് ഒരു ബാറ്ററി എന്ന് പറയുമ്പോൾ ഒന്നിലധികം സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പം സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ് സെൽ കണക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റത്തെ സെല്ലും രണ്ടാമത്തെ സെല്ലും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടാമത്തെ സെല്ലും മൂന്നാമത്തെ സെല്ലും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ മൂന്നാമത്തും നാലാമത്തോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരസ്പരം കണക്ട് ചെയ്തൊരു സീരീസ് ആയിട്ടുള്ള കണക്ഷൻ സെൽസിനിടയ്ക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ ഡ്രിൽഡ് ബാറുകളാണ് ഉപയോഗിക്കുക. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്യുവർ ലെഡാണ്. സീരീസ് ആയിട്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇനി സെൽ കവർ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ പോർഷനിലുള്ളതാണ്. ഇത് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഫില്ലർ ടോപ്പുകളാണ്. പിന്നെ നെഗറ്റീവും അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽസാണ് കാണിച്ചിട്ടുള്ളത്. ഇനി വെൻറ്റ് പ്ലഗ് ഓർ ഫില്ലർ ക്യാപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള സുഷിരം, അതായത് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ഹോള്, അതിനെയാണ് നമ്മൾ വെൻറ്റ് പ്ലഗ് അല്ലെങ്കിൽ ഫില്ലർ ക്യാപ്പ് എന്ന് പറയുന്നത്. അത് സാധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് പോളിസ്റ്റൈറീൻ അല്ലെങ്കിൽ റബ്ബർ മെറ്റീരിയൽ കൊണ്ടാണ്. അത് ഒരു സ്ക്രൂഡാണ് ഉണ്ടാവുക. അതായത് ആ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്ക്രൂ ചെയ്ത് ലൂസൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ, ആ ക്യാപ്പ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത് പോളിസ്റ്റൈറീൻ അല്ലെങ്കിൽ റബ്ബർ കൊണ്ടാണ് ആ ക്യാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അത് ഉപയോഗിക്കുന്നത് സാധാരണ ഒന്ന് ഗ്യാസസ് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്, അതായത് ഗ്യാസസിന് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് സെൽസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അതായത് ഒഴുകി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പ് യൂസ് ചെയ്ത് ടൈറ്റൻ ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്ത് ഗ്രാവിറ്റിയൊക്കെ ചെക്ക് ചെയ്യാൻ സമയത്ത് ആ ടോപ്പ് നമ്മളിങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുക. അതായത് ക്യാപ്പ് നമ്മൾ എടുത്ത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിംഗ് അപ്പും അല്ലെങ്കിൽ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്തിട്ട് റീഡിങ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ, ഇത് പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്നതാണ് സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് ഇല്ലാതെ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അവ എപ്പോഴും ഇൻസുലേറ്റഡ് മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ യെല്ലോ കളറിലുള്ളതാണ് സെപ്പറേറ്റേഴ്സ്. അത് ഇവിടെയുള്ള പോസിറ്റീവ് പ്ലേറ്റ്സിനെയും അതുപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുകയാണ് ഇവിടെ സെപ്പറേറ്റേഴ്സ് ചെയ്യുന്നത്.
ഇപ്പോൾ സാധാരണ ഒരു തിൻ ഷീറ്റായിരിക്കും ഉണ്ടാവുക. അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോറസ് വുഡ് അല്ലെങ്കിൽ മൈക്രോപോറസ് റബ്ബർ, ഗ്ലാസ് വൂൾ മാറ്റ് അല്ലെങ്കിൽ പെർഫറേറ്റഡ് PVC ഇത്തരത്തിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഷോർട്ട്, അതായത് പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഷോർട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് സെപ്പറേറ്റേഴ്സിൻ്റെ ഫങ്ഷൻ. ഇനി ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത്, അതായത് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.24 തൊട്ട് 1.28 വരെ വരാം. അതാണ് അതിൻ്റെ നോർമൽ വാല്യൂ. ഇനി ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയുണ്ട്, ഈ ഒരു റേഞ്ചിലാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്ററാണ് ഹൈഡ്രോമീറ്റർ. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരു സെക്കൻഡറി സെൽ എന്ന് പറയുമ്പം അതിൻ്റെ ഇനീഷ്യലി അതിന് ചാർജ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് അത് അതിൻ്റെ ഡിസ്ചാർജിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചാർജിങ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ചില കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതായത് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ടാക്കിയിരിക്കുന്നത് ലെഡ് സൾഫേറ്റ് എന്നുള്ള പദാർത്ഥം കൊണ്ടാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് ചാർജിങ് നടക്കുന്ന സമയത്ത് അവിടെ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയും അവിടെ ലെഡ് സൾഫേറ്റ് ഇലക്ട്രോഡ്സ് സ്പോഞ്ച് ലെഡായിട്ട് മാറും. സ്പോഞ്ച് ലെഡായിട്ട് മാറുമ്പോൾ അത് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി മറ്റേ പ്ലേറ്റ് ചേഞ്ച് ചെയ്തിട്ട് ലെഡ് പെറോക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ ലെഡ് പെറോക്സൈഡ് ആണ് പോസിറ്റീവ് പ്ലേറ്റ്. അപ്പോൾ നോർമലി ഉള്ള ലെഡ് സൾഫേറ്റ് ആണ് ഇവിടെ സ്പോഞ്ച് ലെഡായിട്ടും അതുപോലെ തന്നെ ലെഡ് പെറോക്സൈഡ് ആയിട്ടും മാറുന്നത്. അത് ആ ഒരു ചാർജിങ് പ്രോസസ്സ് നടക്കുമ്പോഴാണ് ആ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇനി ആ സമയത്ത് തന്നെ ഇലക്ട്രോലൈറ്റിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. പക്ഷേ അത് ആ ഒരു പ്രോസസ്സ്, അതായത് ചാർജിങ് പ്രോസസ്സ് നടക്കുമ്പം ആ ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും, അതായത് സ്ട്രെങ്തൻ സംഭവിക്കുകയാണ് ചെയ്യുക. ഇനി നമ്മളൊരു സെല്ലിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഓരോ സെല്ലും, അതായത് വോൾട്ടേജ് പെർ സെല്ല്, ഓരോ സെല്ലിൽ എത്ര വോൾട്ടേജ് ഉണ്ട്, ആംബിയർ അവർ കപ്പാസിറ്റി, നമ്പർ ഓഫ് പ്ലേറ്റ്സ് പെർ സെല്ല്, ഒരു സെല്ലിൽ എത്രമാത്രം പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ, അതുപോലെ എത്രമാത്രം ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്, നമ്പർ ഓഫ് സെൽസ് ഗ്രൂപ്പ്ഡ്, എത്ര സെൽസ് നമ്മൾ ഗ്രൂപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആ ഒരു ബാറ്ററീൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് നമ്മൾ സാധാരണ മെൻഷൻ ചെയ്യാറുള്ളത്. ഇനി ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ സാധാരണ 2.1 തൊട്ട് 2.6 വോൾട്ട് വരെയാണ് വരിക. ഇനി ഡിസ്ചാർജിങ് സംഭവിക്കുമ്പോൾ ആ വോൾട്ടേജ് 1.8 വോൾട്ട് വരെ താഴുന്നുണ്ട്. പക്ഷെ ഒരിക്കലും 1.8ലും താഴെ ഡിസ്ചാർജിങ് നടത്തിയാൽ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരും. ഇനി കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആംബിയർ അവറിലാണ് പറയുക. അതായത് കറണ്ട് ഇൻറ്റു ടൈമാണ് കപ്പാസിറ്റി, ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സൈസ് ഓഫ് പ്ലേറ്റ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സിൻ്റെ സൈസ്, അതിനുപയോഗിക്കുന്ന പ്ലേറ്റ്സിൻ്റെ എണ്ണം, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സിൻ്റെ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്താണെന്നും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ സ്ട്രെങ്ത്, ഇത്രയും കാര്യങ്ങളാണ് കപ്പാസിറ്റി നിർണ്ണയിക്കുന്നത്. ഇനി പ്ലേറ്റ്സിൻ്റെ എണ്ണം അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവ് പ്ലേറ്റ്സിനെ അപേക്ഷിച്ച് ഒരു നമ്പർ കൂടുതലായിരിക്കും നെഗറ്റീവ് പ്ലേറ്റിന് ഉണ്ടാവുക. അതായത് ആ ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും പോസിറ്റീവ് പ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാനും രണ്ട് പർപ്പസാണ് നമ്മൾ ഒരു അഡീഷണലായിട്ട് ഒരു നെഗറ്റീവ് പ്ലേറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം. അതുപോലെ തന്നെ ബക്ലിംഗ് എന്ന് പറയുന്ന പോസിറ്റീവ് പ്ലേറ്റ്സിനുണ്ടാകുന്ന ബക്ലിംഗ് എന്നുള്ള ഡിഫക്റ്റ് ഒഴിവാക്കാനും ഒരു അഡീഷണൽ നെഗറ്റീവ് പ്ലേറ്റ്സ് ആഡ് ചെയ്യുന്നത് സഹായകമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9 പ്ലേറ്റ്സ് ഉള്ള സെല്ല്, 9 പ്ലേറ്റ് ഉള്ള സെല്ലാണെങ്കിൽ അതിൽ 4 പ്ലേറ്റ്സ് എപ്പോഴും പോസിറ്റീവ്, 5 പ്ലേറ്റ്സ് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒരു സെല്ല് ഒരു പ്ലേറ്റ് അധികം നെഗറ്റീവിനാണ് ഉണ്ടാവുക. ഇനി ടെമ്പറേച്ചർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നോർമൽ ഇലക്ട്രോലൈറ്റിൻ്റെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.25 10% കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാൻ പറ്റും.
അതായത് +1.25 ±0.01, അതായത് 1% കൂടുകയോ കുറയുകയോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റീൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ സാധാരണ സ്പെസിഫിക് ഗ്രാവിറ്റി കണക്കാക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വാല്യൂവിൻ്റെ കൂടെ 0.0007 കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ റീഡിങ് കറക്റ്റായിട്ട് എടുക്കുന്നത്. ഇനി എക്സസ് ആയിട്ടുള്ള, അതായത് കൂടുതൽ നമ്മൾ സാധാരണ നമ്മൾ അതിന് അപ്ലൈഡ് ആയിട്ടുള്ള, അതായത് 27 ഡിഗ്രി അതുപോലെ തന്നെ അതിൽ കൂടുതൽ സെൽഷ്യസ് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അത് സൾഫേഷൻ അല്ലെങ്കിൽ ബക്ലിംഗ് പോലെയുള്ള ഡിഫക്ട്സിന് കാരണമാവും, പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ. ഇനി സാധാരണ ഒരു ബാറ്ററി പെട്ടിയിൽ വരുന്ന ഡിഫക്ട്സ് ആണ് ഹാർഡ് സൾഫേഷൻ, അതുപോലെ തന്നെ ബക്ലിംഗ്, അതുപോലെ തന്നെ പാർഷ്യൽ ഷോർട്ട്. ഇത് മൂന്നുമാണ് മെയിനായിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററിയിൽ വരുന്ന ഡിഫക്ട്സ്. ഹാർഡ് സൾഫേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓവർ ഡിസ്ചാർജിങ് നടക്കുമ്പോൾ, അതായത് നമ്മൾ 1.8 വോൾട്ടാണ് ഡിസ്ചാർജിങ്ങിൽ സാധാരണ വരിക എന്ന് പറഞ്ഞു. പക്ഷെ അതിലും ഒരുപാട് വോൾട്ടേജ് അതിൽ ഡിസ്ചാർജ് ആയിപ്പോൾ, ഒരുപാട് ഡിസ്ചാർജ് അവിടെ നടന്നു എങ്കിൽ ഡിസ്ചാർജ് നടന്നിട്ട് കുറേ സമയം അത് ചാർജിങ്ങിലല്ലാതെ കിടക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോഡ്സിന് ഉണ്ടാകുന്ന പ്രശ്നമാണ് സൾഫേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ഹാർഡനിങ് നടക്കുകയാണ് ചെയ്യുക ഇലക്ട്രോഡ്സിന്. അപ്പോൾ ആ ഒരു ഹാർഡനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ ആ സെൽസിലുള്ള ഇലക്ട്രോഡ്സ് ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിക്കിൾ ചാർജിങ് എന്നുള്ള പ്രോസസ്സാണ് ചെയ്യുക. അതായത് കുറഞ്ഞ ആംബിയർ അളവിൽ നമ്മൾ കുറേ സമയം അത് ചാർജിങ്ങിലിടുക എന്നുള്ളതാണ് ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്നത്. അപ്പം സൾഫേഷന് ഒഴിവാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രിക്കിൾ ചാർജിങ് മെത്തേഡ്. ഇനി ബക്ലിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സിൻ്റെ ബെൻഡിങ്, അതായത് വളയുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓവർ ചാർജിങ്ങോ അല്ലെങ്കിൽ ഡിസ്ചാർജിങ്ങോ ആണ് ഈ ഒരു വളവ് വരുന്നതിനുള്ള, അതായത് ഇലക്ട്രോഡ്സിന് വളയാൻ അല്ലെങ്കിൽ ബക്ലിംഗ് സംഭവിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രോളൈറ്റ്, നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വ്യത്യാസം സംഭവിക്കുക, അങ്ങനെയുള്ളൊരു ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു മാറ്റം അവിടെ ഒരു ഇലക്ട്രോലൈറ്റിൽ വരികയാണെങ്കിൽ അതും, അതുപോലെ തന്നെ ടെമ്പറേച്ചറിലുള്ള വലിയ വ്യത്യാസങ്ങളൊക്കെ ബക്ലിങ്ങിന് കാരണമാകുന്നുണ്ട്. ഇനി പാർഷ്യൽ ഷോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇലക്ട്രോഡ്സ് നമ്മൾ ചാർജിങ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഇതുണ്ടാവും, സെഡിമെൻറ്റേഷൻ നടക്കും. അതായത് പോസിറ്റീവ് പ്ലേറ്റ്സിൽ നിന്നും നെഗറ്റീവ് ടെർമിനൽസിൽ നിന്നും അതിൻ്റെ അവിടെ സെൽസിൻ്റെ അടിയിലുള്ള റിബ്സിനിടയിലുള്ള ആ സെഡിമെൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് സെഡിമെൻറ്റേഷൻ നടക്കുകയും അതിൻ്റെ കാരണത്താൽ പ്ലേറ്റ്സിന് ഇടയ്ക്ക് ഒരു ഷോർട്ട് കാരണമാവുകയും ആ ഷോർട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു പ്രശ്നമാണ് പാർഷ്യൽ ഷോർട്ട് എന്ന് പറയുന്നത്. അപ്പം അവിടെ ചാർജിങ് പീരീഡിലും അതുപോലെ ഡിസ്ചാർജിങ് പീരീഡിലും ഓവർ ഹീറ്റിംഗ് അനുഭവപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെല്ലിനെ നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു ബാറ്ററീൻ്റെ എഫിഷ്യൻസി നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഫസ്റ്റത്തത് ആംബിയർ അവർ എഫിഷ്യൻസി, വാട്ട് അവർ എഫിഷ്യൻസിയാണ്. ആംബിയർ അവർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻ ആംബിയർ അവർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻ ആംബിയർ അവർ ചാർജ്. അപ്പം ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആംബിയർ അവർ എഫിഷ്യൻസി കിട്ടുക. ഇനി വാട്ട് അവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴും ആംബിയർ അവർ എഫിഷ്യൻസിനേക്കാളും കുറവായിരിക്കും. കാരണം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാളും കുറവായിരിക്കും. ഇപ്പോൾ വാട്ട് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു വോൾട്ടേജ് ആണല്ലോ. അപ്പോൾ വോൾട്ടേജ് കുറയുമ്പോൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുന്നതിനനുസരിച്ച് വാട്ടേജ് കുറയും. അപ്പം വാട്ടേജ് കുറവ് എപ്പോഴും ഡിസ്ചാർജിങ്ങിലായിരിക്കും വാട്ടേജ് കുറവുണ്ടാവുക, ചാർജിങ് സമയത്തായിരിക്കും വാട്ടേജ് കൂടുതൽ. അപ്പോൾ ഇവിടെ വാട്ട് അവർ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ആംബിയർ അവർ എഫിഷ്യൻസി ഇൻറ്റു ആവറേജ് വോൾട്ടേജ് ഓൺ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ആവറേജ് വോൾട്ടേജ് ഓൺ ചാർജ്.
അപ്പോൾ ആവറേജ് വോൾട്ടേജ് ഓൺ ഡിസ്ചാർജ് കുറവായതുകൊണ്ട് തന്നെ ആംബിയർ അവർ എഫിഷ്യൻസി വാട്ട് അവർ എഫിഷ്യൻസി ആംബിയർ അവർ എഫിഷ്യൻസിനേക്കാളും കുറവായിരിക്കും. ഇനി നമുക്ക് ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചാർജിങ് ഡ്യൂറിങ് ചാർജ് എന്താ നോക്കാം. നമ്മൾ ചാർജ് ഒരു ബാറ്ററി പെട്ടി ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോഡ്സ് എപ്പോഴും ലെഡ് സൾഫേറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അത് കെമിക്കൽ പ്രോസസ്സ് നടക്കുമ്പോഴാണ് അത് ലെഡ് പെറോക്സൈഡോ അല്ലെങ്കിൽ ലെഡോ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോലൈറ്റ് H2SO4 ആണ്, അതായത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ പോസിറ്റീവ് പ്ലേറ്റിൽ നടക്കുന്നത് ലെഡ് സൾഫേറ്റും അതുപോലെ തന്നെ SO4 മൈനസും അതുപോലെ അവിടെയുള്ള ഡൈല്യൂട്ട് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റും കൂടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് നമുക്ക് ലെഡ് പെറോക്സൈഡ് PbO2 അതുപോലെ സൾഫ്യൂരിക് ആസിഡും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതുപോലെ നെഗറ്റീവ് പ്ലേറ്റിലാണെങ്കിൽ അഗെയിൻ നെഗറ്റീവ് പ്ലേറ്റും എന്ത് തന്നെയാണ്, ഇനീഷ്യലി PbSO4 അതായത് ലെഡ് സൾഫേറ്റ് ആണ്. അത് ഇലക്ട്രോലൈറ്റിലുള്ള H2SO4 H2, അതായത് ഇവിടെ SO4 നമ്മളിവിടെ പോസിറ്റീവിലെ പ്രവർത്തനത്തിനെടുത്തു, നെഗറ്റീവ് പ്ലേറ്റിലേക്ക് വരുന്നത് H2 ആണ്. അപ്പോൾ H2+ ഹൈഡ്രജനും അതുപോലെ സൾഫേറ്റും കൂടി പ്രവർത്തിച്ചിട്ട് ഇവിടെ ലെഡും അതുപോലെ സൾഫ്യൂരിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് രണ്ടെണ്ണത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റത്തേൽ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് മാറുന്നത് ലെഡ് പെറോക്സൈഡും നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് മാറുന്നത് പ്യുവർ ലെഡും ആണ്. ഇങ്ങനെയാണ് ചാർജിങ് പ്രോസസ്സിൽ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ് ആയിട്ടും അതുപോലെ നെഗറ്റീവ് പ്ലേറ്റ് പ്യുവർ ലെഡായിട്ടും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഡിസ്ചാർജിങ്ങിൽ നോക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ലെഡ് പെറോക്സൈഡ് ആണ് പോസിറ്റീവ് പ്ലേറ്റ്. അത് ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജനും അതുപോലെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് തിരിച്ച് ലെഡ് സൾഫേറ്റും വാട്ടറുമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഡിസ്ചാർജിങ്ങിൽ നടക്കുന്നത്. അതുപോലെ നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ള ഇവിടെ മേക്ക് ചെയ്ത, അതായത് ചാർജിങ്ങിൽ ഉണ്ടായത് ലെഡാണ്. ആ ലെഡും അതുപോലെ SO4 കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ലെഡ് സൾഫേറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നെഗറ്റീവ് പ്ലേറ്റിൽ നടക്കുന്ന ഡിസ്ചാർജിങ് പ്രോസസ്സ്. അപ്പം ഡിസ്ചാർജിങ് പ്രോസസ്സിൻ്റെ കെമിക്കലായിട്ടുള്ള ഫോർമേഷനാണ്, അതായത് കെമിക്കൽ ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ചാർജിങ് സമയത്ത് നമുക്ക് കിട്ടുന്നത് ലെഡ് പെറോക്സൈഡും അതുപോലെ ലെഡും ആണ്. ഡിസ്ചാർജ് നടക്കുമ്പോൾ രണ്ടും, അതായത് രണ്ട് ഇലക്ട്രോഡുകളും ലെഡ് സൾഫേറ്റ് ആയിട്ട് തന്നെ തിരിച്ച് മാറുന്നുണ്ട്. ഇനി ചില പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ്, അതായത് നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമ്മൾ സ്വീകരിക്കാവുന്ന മെയിൻ്റനൻസുകളാണ്. ഫസ്റ്റത്തത് ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ്, അതായത് എപ്പോഴും ഇലക്ട്രോലൈറ്റിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു 15 മില്ലിമീറ്റർ, പ്ലേറ്റ്സിനേക്കാളും ഒരു 15 മില്ലിമീറ്റർ എബോവ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പൊളാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററീസ്, അതായത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനൽ സപ്ലൈൻ്റെ പോസിറ്റീവ് ടെർമിനലായിട്ടും അതുപോലെ ബാറ്ററീൻ്റെ നെഗറ്റീവ് ടെർമിനൽ സപ്ലൈൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് വെൻറ്റ് പ്ലഗ് എന്ന് പറയുന്നത്, വെൻറ്റ് പ്ലഗ് നമ്മൾ എപ്പോഴും ലൂസായിട്ടാണ് കീപ്പ് ചെയ്യേണ്ടത്. കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസസിനെ പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെൻറ്റ് പ്ലഗ് ലൂസായിട്ട് വെക്കണം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളെപ്പോഴും ബാറ്ററി ടെർമിനൽസ് ക്ലീൻ ആയിട്ട് വെക്കണം. ഒരു തിൻ ലെയർ ഓഫ് വാസ്ലിനോ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലിയോ നമുക്ക് ആ ഒരു ബാറ്ററി ടെർമിനൽസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് കൊറോഷൻ തടയാൻ സഹായിക്കും. ഇനി ബാറ്ററി എപ്പോഴും നമ്മൾ എപ്പോഴും ഹൈ റേറ്റിൽ ഒരിക്കലും ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ഒരിക്കലും ബാറ്ററീനെ 1.8 വോൾട്ടിൽ കുറവായിട്ട് ഡിസ്ചാർജ് നടക്കാൻ പാടില്ല. ഇനി ബാറ്ററി എപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അത് ബാറ്ററീൻ്റെ മെയിൻ്റനൻസിന് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ബാറ്ററി വെക്കുന്ന റൂം എപ്പോഴും വെന്റിലേഷനുള്ള റൂമായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. കാരണം എങ്കിൽ മാത്രമേ അവിടെ ഉണ്ടാകുന്ന ഗ്യാസസിനെ നമുക്ക് പുറത്തേക്ക് നമുക്ക് കളയാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ ആ എവോൾവ് ചെയ്യുന്ന ഗ്യാസസ് എപ്പോഴും ഇൻഫ്ലേമബിൾ ആണ്, അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. എക്സ്പ്ലോസീവ് നേച്ചറൊക്കെയാണ് ആ ഗ്യാസസിനുള്ളത്.
ഇനി ഡിസ്ചാർജ് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കുറഞ്ഞത് ഒരു എപ്പോഴും ചാർജറായിട്ടുള്ള സെൽസിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരു 10 സെക്കൻഡിൽ കൂടുതൽ ടെസ്റ്റിംഗ് നടത്താൻ പാടില്ല. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത് ആ ഒരു റേഞ്ചിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഇലക്ട്രോലൈറ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്തിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ലിക്വിഡ് അതിൻ്റെ വാട്ടർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യണം. അതിൽ പ്രിപ്പയറിങ് ഇലക്ട്രോലൈറ്റ്, നമ്മൾ ഇലക്ട്രോലൈറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറ്റുന്നത്. അപ്പം ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വാട്ടറിലേക്ക് ഡ്രോപ്പായിട്ട് മാത്രമേ നമ്മൾ ആസിഡിനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആസിഡിലേക്ക് ഒരിക്കലും വാട്ടർ ഒഴിക്കാൻ പാടില്ല, അവിടെ എക്സ്പോഷൻ ഉണ്ടാവും. അപ്പം കൂടുതൽ ക്വാണ്ടിറ്റി വാട്ടറിലേക്ക് ഡ്രോപ്സ് ആയിട്ടാണ് നമ്മളെപ്പോഴും ആസിഡിനെ ആഡ് ചെയ്യേണ്ടത് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെപ്പോഴും ബാറ്ററി നമ്മൾ ഉപയോഗിച്ചിട്ട് കുറേ കാലമായി അങ്ങനെയുള്ള ബാറ്ററി ഉണ്ടെങ്കിൽ അതിനെ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും നോർമലായിട്ട് ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. ട്രിക്കിൾ ചാർജിങ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് വളരെ കുറഞ്ഞ ആംപിയർ റേഞ്ചിൽ നമ്മൾ കുറേ സമയമായിട്ട് ചാർജ് ചെയ്യുക, അതാണ് ട്രിക്കിൾ ചാർജിങ്. ആ ഒരു മെത്തേഡേ നമ്മൾ കുറേ കാലം കൂടി ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ടോപ്പിംഗ് അപ്പ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഈ ഒരു സെൽസിൽ പ്ലേറ്റിൻ്റെ മുകളിൽ 10 അല്ലെങ്കിൽ 15 മില്ലിമീറ്ററിൻ്റെ മുകളിൽ വാട്ടർ ഇല്ല എങ്കിൽ ആ വാട്ടറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ ടോപ്പിംഗ് അപ്പ് എന്ന് പറയുന്നത്. ഈ ട്രിക്കിൾ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു, അതായത് ഒരു ബാറ്ററീനെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യുക. അത് കുറേ കാലം ചാർജ് ചെയ്യാതെ ഇട്ടിട്ട് പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ റേറ്റിൽ, അതായത് 2% നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫുൾ ചാർജിങ് കറണ്ടിൻ്റെ 2% മാത്രം ആക്കി വളരെ കുറഞ്ഞ ലെവലിൽ കുറേ സമയം ഇട്ടിട്ട് ചാർജ് ചെയ്യുക, അതാണ് ട്രിക്കിൾ ചാർജിങ്. ഇനി ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബാറ്ററീൻ്റെ ഒരുപാട് ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതിനെല്ലാം അതിൻ്റെ റീസൺസും റെമഡീസും ആണ്. ഫസ്റ്റത് ബക്ലിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാർജിങ് അതുപോലെ ഡിസ്ചാർജിങ് കൊണ്ടുണ്ടാകുന്നതാണ് ഹൈ റേറ്റിലുള്ള. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഇത് ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതും മാനുഫാക്ചറുടെ ആ ഒരു സ്പെസിഫിക്കേഷനനുസരിച്ചായിരിക്കണം. അതുപോലെ പ്ലേസ് നമ്മളെപ്പോഴും ആ ഒരു ബക്ലിങ്, അതായത് വളഞ്ഞ പ്ലേറ്റ്സ് നിവർത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, അതായത് ഹോൾഡ് ചെയ്യുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ നിലനിർത്തി വളരെ കുറഞ്ഞ പ്രഷർ കൊടുത്തിട്ട് വേണം അത് സ്ട്രെയിറ്റൻ ചെയ്ത് വരാൻ. ഇനി സൾഫേഷൻ എന്ന് പറയുന്നത് ആ ഒരു ലോങ് ടൈമിൽ ഡിസ്ചാർജ് ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ക്രിയേറ്റ് ആവുന്നതാണ് സൾഫേഷൻ എന്ന് പറയുന്നത്. അതിന് ഒന്നില്ലെങ്കിൽ കുറേ സമയം അത് ചാർജിങ്ങിൽ ഡിസ്ചാർജായിട്ട് തന്നെ നിലനിൽക്കാം, അല്ലെങ്കിൽ ലോ ഓർ ടു സ്ട്രോങ് ആസിഡ് ഇലക്ട്രോലൈറ്റ്, അതായത് നമുക്ക് വളരെ കുറഞ്ഞ ആസിഡിക്കോ അല്ലെങ്കിൽ വളരെ കൂടുതലുള്ള ആസിഡ് ഉള്ള ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ ഡിസ്ചാർജിങ് നടക്കുക. ഇത്രയും റീസൺസ് ആണ് സൾഫേഷനുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ വളരെ കൂടുതൽ സമയം അതൊരിക്കലും അതിനെ ചാർജിങ്ങിലിടുക എന്നുള്ളത്, അതായത് ട്രിക്കിൾ ചാർജിങ് മെത്തേഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ സെഡിമെൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റേഴ്സിൻ്റെ അടിയിൽ ആ ഒരു സെൽസിൻ്റെ അടിയിൽ ഫോം ചെയ്തിട്ടുള്ള സെഡിമെൻ്റ് കൊണ്ടുണ്ടാകുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒന്നല്ലെങ്കിൽ ആ സെൽസ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ സെപ്പറേറ്റേഴ്സ് നമ്മൾ അതിൻ്റെ ഇടയിൽ, അതായത് പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ പുതിയ സെപ്പറേറ്റേഴ്സ് ആഡ് ചെയ്യുക. അതുപോലെ ലോ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് അതിന് കാരണം നമ്മൾ
അണ്ടർ ചാർജ്, അതായത് അതിൻ്റെ നോർമൽ ചാർജിനേക്കാളും വളരെ കുറഞ്ഞ ചാർജിൽ ബാറ്ററി കീപ്പ് ചെയ്യുമ്പോഴാണ് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാവുക. അതിന് നമുക്ക് അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ബാറ്ററീനെ റീചാർജ് ചെയ്യുക, ഫുള്ളായിട്ട് റീചാർജ് ചെയ്യുക. ഇനി കൊറോഷൻ ഓൺ ടെർമിനൽസിലുള്ള കൊറോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസ്ലീനോ യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഹോളോ അല്ലെങ്കിൽ നമ്മൾ ഇതിനുള്ള കണ്ടെയ്നറിൽ സെൽസിനിടയിലുള്ള പാർട്ടീഷനിൽ എന്തെങ്കിലും ഹോളോ അല്ലെങ്കിൽ പൊട്ടൽ ക്രാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ അതിന് കാരണമെന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിൻ്റെ ലെവൽ ഫോളോ ചെയ്യുന്നതും അതുപോലെ തന്നെ സെൽസ് അല്ലെങ്കിൽ ബാറ്ററീസ് കറക്റ്റായിട്ട് ചാർജിങ് എടുക്കാത്തതാണ് ആ ക്രാക്ക് വരാനുള്ള കാരണം. അങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ആ സെൽസിനിടയിലുള്ള സെപ്പറേഷൻ എന്തെങ്കിലും ക്രാക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടെയ്നർ തന്നെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെയ്നർ തന്നെ മാറ്റി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ റെമഡി. ഇനി ലോ കപ്പാസിറ്റി എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള സൾഫേഷനോ അല്ലെങ്കിൽ ചാർജിങ് ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോഡ്സിലുള്ള ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ കുറവോ ഒക്കെ ആയിരിക്കും ലോ കപ്പാസിറ്റിക്ക് കാരണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററീനെ ലോ ചാർജിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് ലോങ്ങർ ടൈമിൽ അതിനെ ചാർജ് ചെയ്യാം. ലോ ചാർജിങ് റേറ്റിംഗ് ആണ് നമ്മൾ ലോങ് ടൈമിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ സ്റ്റേറ്റിലേക്ക് വന്നില്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക, അതായത് അതിൻ്റെ അകത്ത് പ്ലേറ്റ്സൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് മാറ്റാം. ഇനി ബാറ്ററീൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ബാറ്ററി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരുപാട് മേഖലകൾ നമുക്കറിയാം. അതിന് എക്സാമ്പിളാണ് ഓട്ടോമൊബൈൽസിലുള്ള നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു വെഹിക്കിളിനെ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ അതിൻ്റെ അകത്തുള്ള ലൈറ്റ് സെറ്റിങ്സിനെല്ലാം നമുക്ക് ബാറ്ററീൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ട്രെയിൻസിലുള്ള ലൈറ്റിങ്ങിന്, അതുപോലെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ അതുപോലെ സബ് സ്റ്റേഷനിൽ ഒക്കെയുള്ള അവിടെയൊക്കെ ഉപയോഗിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസസിന് അതിൻ്റെയൊക്കെ ഓപ്പറേഷനൊക്കെ നമ്മൾ ബാറ്ററീൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചസ്, എമർജൻസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ്സ്, അതുപോലെ റൂറൽ ഏരിയാസിലൊക്കെ ലൈറ്റിംഗ് പർപ്പസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസിന് നമ്മൾ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബാറ്ററി ലെഡ് ആസിഡ് സെൽസിൻ്റെ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ സെൽസുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.